ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് റോൾ ഓഫ് ഓൺട്രപ്രണർ ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഒരു ഓൺട്രപ്രണർ ഒരു ഇക്കണോമിക് ലെവലിൽ അല്ലെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പല കോൺട്രിബ്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എന്തൊക്കെയാണ് ഒരു ഓൺട്രപ്രണറിൻ്റെ റോള് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇക്കണോമിക് സെക്ടർ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ ക്രിയേറ്റിംഗ് ജോബ്സ് അല്ലേ. കാരണം ഒരു ഓൺട്രപ്രണർ തൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അനവധി വ്യക്തികൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പല സെക്ടേഴ്സിലായിരിക്കും ഉണ്ടാകുന്നത്. ഒരു ലാർജ് സ്കെയിൽ ബിസിനസ് ആണെങ്കിൽ അത്രയും നമ്പർ ഓഫ് എംപ്ലോയീസിന് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല സ്മോൾ ആയാലും ഏത് ലെവൽ സ്കെയിലായിക്കോട്ടെ, അതായത് ലാർജ് സ്കെയിലാവാം സ്മോൾ സ്കെയിലാവാം, അതിൽ മാക്സിമം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. വാരിയസ് സെക്ടേഴ്സ്, ചിലപ്പോൾ ഫിനാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആയിരിക്കാം. അങ്ങനെ പല ഏരിയാസിലും എംപ്ലോയ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ഓൺട്രപ്രണറിന് കഴിയുന്നുണ്ട്. അടുത്ത പോയിൻ്റാണ് പ്രൊമോട്ടിങ് ദ ക്യാപിറ്റൽ ഫോർമേഷൻ. ക്യാപിറ്റൽ ഫോർമേഷൻ പറയുന്നത് സേവിങ്സ്. ഓക്കെ, അതായത് ഇപ്പോൾ പല രീതിയിൽ നമുക്ക് ക്യാപിറ്റൽ ഫോർമേഷൻ വരുന്നുണ്ട്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ സേവിങ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ എംപ്ലോയീസിന് ജോലി കൊടുക്കുന്നു, അപ്പോൾ അവർക്ക് ചെറിയ രീതിയിലുള്ള സേവിങ്സ് നടത്താൻ പറ്റും. അതൊരു ക്യാപിറ്റൽ ഫോർമേഷനാണ്. അതുപോലെ തന്നെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വാല്യൂ ആഡ് മീൻസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ആഡഡ് ആയിട്ട് കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ ഉപയോഗപ്രദമാകുന്ന രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ അതുവഴി ഇക്കണോമിക് വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ അങ്ങനെയൊക്കെയുള്ള ഓരോ ഏരിയ എടുത്ത് നോക്കുകയാണെങ്കിലും ക്യാപിറ്റൽ ഫോർമേഷൻ മീൻസ് ഫണ്ടിൻ്റെ അലോക്കേഷൻ, അതേപോലെ തന്നെ അതിൻ്റെ യൂട്ടിലൈസേഷൻ, സേവിങ്സ്, ഇതൊക്കെ ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ അവിടെ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തതാണ് ഇൻക്രീസിങ് ദ പെർ ക്യാപിറ്റൽ ഇൻകം, അതുപോലെ തന്നെ GDP. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഇപ്പോൾ ഇങ്ങനെ പല ഓൺട്രപ്രണേഴ്സും അല്ലെങ്കിൽ പല ബിസിനസ് സെക്ടേഴ്സും നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ സെക്ടേഴ്സിനും അല്ലെങ്കിൽ ഓരോ ഓൺട്രപ്രണറും തൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അത് GDPയിലേക്ക് നൽകുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഓവറോൾ GDP പോയിൻ്റാണ് ഇൻക്രീസ് ചെയ്യുന്നത്. എന്താണ് GDP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അത് ഓരോ സെക്ടേഴ്സിലും ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാണ്. ഓവറോൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റാണ് ഉണ്ടാകുന്നത്. ഒരു വ്യക്തിയുടെ കോൺട്രിബ്യൂഷൻ അത് എല്ലാവരുടെയും കൂടെ ആകുമ്പോൾ നമ്മുടെ GDP ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പല രീതിയിൽ, സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ, പല രീതിയിലുള്ള അല്ലെങ്കിൽ പല സ്കീമുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഓട്ടോമാറ്റിക്കലി ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമിയുടെ GDP ഇൻക്രീസ് ചെയ്യുന്നു. അതേപോലെ തന്നെ പെർ ക്യാപിറ്റൽ ഇൻകം, അതായത് ഓരോ വ്യക്തികളുടെ ഇൻകം അതേപോലെ തന്നെ കൂടുന്നുണ്ട്. അതിനൊക്കെ ഏത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഇംപ്രൂവിങ് ദ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ല. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ടോട്ടലി ചേഞ്ചാണ്. നമുക്ക് ഒരു ഓൺട്രപ്രണർ തൻ്റേതായ രീതിയിലുള്ള ചേഞ്ചസ് വരുത്തുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് ജോബ്സ് വരുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ നമ്മുടെ പെർ ക്യാപിറ്റൽ ഇൻകം കൂടുന്നു. ആ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതായത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അടുത്ത പോയിൻ്റാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അത് കൂടുന്നു. ഒപ്പം തന്നെ നമ്മുടെ ക്വാളിറ്റി ചേഞ്ച് ആവാണ്. നമുക്കറിയാം നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിലാണ് നല്ല രീതിയിലുള്ള ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ടോട്ടലി ചേഞ്ച് ചെയ്യും. കാരണം നമ്മുടെ പെർ ക്യാപിറ്റൽ ഇൻകം കൂടുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സേവിങ്സ് കൂടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ ആ പാറ്റേൺ ഓഫ് ലൈഫ് ചേഞ്ച് ആവും. നമ്മുടെ ക്വാളിറ്റി കൂടുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലായിക്കോട്ടെ എല്ലാം ടോട്ടലി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഏതാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ ഒരു ഓൺട്രപ്രണർഷിപ്പ് മാത്രമല്ല, എല്ലാതും ഉണ്ട്. അതിൽ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ ഓൺട്രപ്രണർഷിപ്പ്. അടുത്തത് ഹെൽപ്പിംഗ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ വളരെ റൂറൽ ഏരിയ ആണ്, അവിടെ വലിയ ഡെവലപ്മെൻറ്റോ ഒന്നുമില്ല, ഏക്കർ കണക്കിന് സ്ഥലം കിടക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് പറയുകയാണ് അവിടെ നിങ്ങൾ ആ ഒരു സ്ഥലത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനുള്ള അപ്രൂവൽ തരാം,
ബാക്കി എല്ലാ ഫെസിലിറ്റീസ് ഇറിഗേഷൻ ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, ഇലക്ട്രിസിറ്റി, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഗവൺമെൻറ് സ്കീം പ്രകാരം പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ഈ അൺഡെവലപ്ഡ് ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇല്ലാത്ത ഒരു ഏരിയനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും ഗവൺമെൻറ് അവരുടെ ഇൻഡസ്ട്രികളെല്ലാം സെറ്റപ്പ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഏരിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ആ ഒരു ഭാഗത്ത് ഇപ്പോൾ എവിടെയാണോ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി എവിടെയാണോ തുടങ്ങുന്നതെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. അപ്പോൾ അവിടെ റോഡൊക്കെ നന്നാക്കി നല്ല റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സെറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ വാട്ടർ സപ്ലൈ ഉണ്ടാവില്ല, അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല, കാരണം ഇൻഡസ്ട്രി ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കറിയാം ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഒരു ബിസിനസ്, ഒരു ഇൻഡസ്ട്രി വരുമ്പോൾ നിങ്ങൾക്ക് ഏരിയ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രി ഏരിയയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൂടുതൽ ഡെവലപ്മെൻ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അവിടെ ആദ്യമൊക്കെ നല്ല കാട് പിടിച്ച സ്ഥലമായിരുന്നു. ബട്ട് ഒരു ഇൻഡസ്ട്രി വരുമ്പോൾ എന്താണ് ടോട്ടലി ആ ഒരു ഭാഗം തന്നെ മാറിപ്പോകുന്നു. അതെന്തുകൊണ്ടാണ്? അവിടെ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി അടുത്തൊരു പോയിൻ്റാണ് ഇംപ്രൂവിങ് ദ ഇക്കണോമിക് ഇൻഡിപെൻഡൻസ്. ഇപ്പോൾ നമുക്ക് അറിയുന്ന 2 ടേമുകളാണ് ഈ മേക്ക് ഇൻ ഇന്ത്യ, അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ. അതൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ള 2 സ്കീമുകളാണ്. ഒരു 2005 അതിന് ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ പല രീതിയിലും പല സ്റ്റാർട്ടപ്പുകളാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഓരോരുത്തർ അവരുടേതായ രീതിയിലുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നു. അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എന്തൊക്കെയാണോ അതിൻ്റെ സെൽഫ് റിലയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഊന്നൽ കൊടുക്കുകയാണ്. നമ്മൾ പണ്ടൊക്കെ എന്തായിരുന്നു കൂടുതൽ പുറത്തുനിന്നുള്ള ഫോറിൻ കൺട്രീസിൻ്റെ ടെക്നോളജീസ് ആയിരുന്നു നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് കൂടുതൽ മാറി. ഇപ്പോൾ ഇന്ത്യ തന്നെ ഇന്ത്യയുടേതായ രീതിയിലുള്ള ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഒരു ഇക്കോണോമിക് ഇൻഡിപെൻഡൻസ് ആണ് അവിടെ വരുന്നത്. കാരണം ഡിപ്പെൻഡൻസ് മാറി തുടങ്ങി. കൂടുതൽ എന്താണ് അവരാർ തന്നെ സ്വയം എന്തായി മാറുകയാണ്, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അത് പല രീതിയിലായിക്കോട്ടെ, ഇപ്പോൾ ഫിനാൻസിൻ്റെ കാര്യത്തിലാവാം, അതേപോലെ തന്നെ ടെക്നോളജിയുടെ കാര്യത്തിലാവാം. ഇതിലൊക്കെ നമ്മൾ കൂടുതലും എന്താണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സെൽഫ് റിലയൻസ്, നാഷണൽ ലെവലിൽ തന്നെ ഒരു സെൽഫ് റിലയൻസ് എൻഷുർ ചെയ്യാനായിട്ട് ഈ ഒരു ഓൺടർപ്രണർഷിപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത പോയിൻ്റാണ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജസ്. ഇപ്പോൾ നിങ്ങൾ ഒരു നോർത്ത് ഇന്ത്യൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ക്ലസ്റ്ററുകൾ ഉണ്ടായിരിക്കും. ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ബിസിനസ് യൂണിറ്റുകൾ വർക്ക് ചെയ്യാൻ നമ്മൾ ക്ലസ്റ്ററുകൾ എന്ന് പറയാം. പല രീതിയിലുള്ള, അതായത് ഇപ്പോൾ ചെറിയൊരു സ്പെയർ പാർട്സിൻ്റെ ആക്സസറി യൂണിറ്റ്സ് നമ്മൾ പറയും. ചെറിയ ചെറിയ സ്പെയർ പാർട്സുകൾ ചെയ്യുന്നു. ഓരോ വീട്ടിൽ കൂടി വ്യവസായം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ അങ്ങനെ അതൊക്കെ കൂടുതൽ ബാക്ക്വേർഡ് ഏരിയാസിലാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജസ്. കാരണം നമുക്ക് ഈ ആക്സസറി യൂണിറ്റ്സിന് നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ബാക്ക്വേർഡാണ്. ഫോർവേഡ് എന്ന് പറയുമ്പോൾ അതിന് ബാക്കിയുള്ള, അതായത് അതിൻ്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഫോർവേഡ് എന്ന് പറയാം. ചിലപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു BPO കേട്ടിട്ടുണ്ട് അല്ലേ, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. അതിലെങ്ങനെയാണ് നമ്മുടെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഏൽപ്പിക്കും അല്ലേ, സ്പെഷ്യലൈസ്ഡ് ആയുള്ള ഒരു കമ്പനി നമ്മളെ ഏൽപ്പിക്കും. അതേപോലെ തന്നെ ഈ ബാക്ക്വേർഡും ഫോർവേഡിലും വരുന്നത് അവർക്ക് സ്പെയർ പാർട്സ്, റോ മെറ്റീരിയൽസ് ഉണ്ടാവില്ല. അപ്പോൾ അവർ സ്പെയർ പാർട്സുകൾ, ആക്സസറി യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തികളെ അപ്രോച്ച് ചെയ്യും. അതാണ് ബാക്ക്വേർഡ് ലിങ്കേജസ്. ഫോർവേഡ് എന്ന് കഴിഞ്ഞാൽ അത് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഫെർദർ പ്രോസസ്സ്. ചിലപ്പോൾ അതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഓർഡറിങ്, അങ്ങനെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമുക്കുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ് ഈ ബാക്ക്വേർഡും ഫോർവേഡ് ലിങ്കേജസ് ആണ്. അപ്പോൾ അവിടെ എന്താണ് ഒരു കണക്ഷൻ വരികയാണ്, ഒരു ഓവറോൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അവിടെ വരുന്നുണ്ട്. കാരണം ഒരു ബിസിനസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റിംഗ് ജോബ്സ് അത് ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ സബ്സിഡറി ആയിട്ടുള്ള വ്യക്തികൾക്ക് ഈ സ്പെയർ പാർട്സ് അല്ലെങ്കിൽ ആക്സസറി യൂണിറ്റ്സ് ഉണ്ടാക്കുന്ന വ്യക്തികൾക്കും അവർക്കൊരു ജോലിയും കൂടിയാണ് അല്ല. ഇപ്പോൾ ഇത്ര പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സ്പെയർ പാർട്സ്, ഇപ്പോൾ അവിടെ കൂടുതലും യൂണിറ്റിനായിരിക്കും പ്രൈസ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വളരെയധികം ലിങ്കേജസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ്, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്നാണ് RED മാത്രമേ എഴുതിയിട്ടുള്ളൂ, റിസോഴ്സ് എന്നാണ്. അതായത് നമുക്ക് എന്താണ് നല്ല രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ്
അതുപോലെ തന്നെ ഫണ്ട് അല്ലെങ്കിൽ ലേബർ, ഇതൊക്കെ നമ്മൾ എന്താണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരു സ്കേഴ്സ് റിസോഴ്സ് ആയിരിക്കും. അതിനെ നല്ല രീതിയിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് അല്ലേ. അത് ഏത് റിസോഴ്സ് ആയിക്കോട്ടെ, മെറ്റീരിയൽ, ലേബർ എന്തും ആവട്ടെ, അത് നമ്മൾ ഒരു തരത്തിലും വേസ്റ്റേജ് ഇല്ലാത്ത രീതിയിൽ എങ്ങനെ നമുക്കത് എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെയുള്ള ചിന്താഗതികളിൽ നിന്നാണ് നമുക്ക് ഈ എല്ലാം ഈ സ്കേഴ്സ് റിസോഴ്സുകളെല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫണ്ട് നമുക്ക് അത്രത്തോളം നമുക്ക് അവൈലബിൾ ആണോ? അല്ല. നമുക്ക് കിട്ടുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള ഫണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ അത് നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ്, അതിനെയാണ് പറയുന്നത് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. നെക്സ്റ്റ്, ദ എക്സ്പോർട്ട് ഓഫ് ദ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്. നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുന്നത് കൂടുതൽ ഹാൻഡിക്രാഫ്റ്റ് വർക്കുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കൂത്താമ്പള്ളി അല്ലേ, അവിടെ എന്താണ് കൂടുതൽ കാഞ്ചീപുരം സാരികൾ, അതായത് ഹാൻഡ് മെയ്ഡായിട്ട് നമുക്ക് നല്ല സാരികൾ മാത്രമല്ല ഈ ഹാൻഡിക്രാഫ്റ്റ് വർക്കുകൾ, അതേപോലെ തന്നെ സെറ്റ് സാരികൾ, അതിൻ്റെയൊക്കെയാണെങ്കിൽ കൂത്താമ്പള്ളി. അപ്പോൾ അവിടെയൊക്കെ എന്താണ്, അവിടെ ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് അല്ലേ. ക്ലസ്റ്റർ മീൻസ് അവിടെ ആ ഒരു ഗ്രൂപ്പ്, ആ ഒരു സിമിലർ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് ആ ഭാഗത്തുള്ളവർ. അതേപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റായിട്ട് ഇപ്പോൾ ആലപ്പുഴയൊക്കെ ഭാഗത്ത് പോകണമെങ്കിൽ കയറിൻ്റെ കയർ മാത്രമല്ല, ആ കയർ കൊണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ചകിരി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പല ഹാൻഡിക്രാഫ്റ്റ് വർക്ക്, ഇതൊക്കെ കൂടുതലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പെയിൻറ്റ് വർക്ക്സ്, പിന്നെ അതുപോലെ തന്നെ മൺപാത്രങ്ങൾ, ഇതൊക്കെ ഈ പോട്ടുകളൊക്കെ നമ്മൾ കൂടുതൽ ആദ്യം ചൈനയിൽ നിന്നായിരുന്നു ഇറക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൂടുതലും എന്തായി, നമ്മൾ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ജ്വല്ലറീസ്, ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ സ്റ്റോൺ കാർവിങ്, ഹാൻഡ് ബാഗ്സ്, അങ്ങനെ പല രീതിയിലാണ്. അതുപോലെ തന്നെ ടേബിൾ മാറ്റ്സ്, ഇങ്ങനെ പല രീതിയിലുള്ള ഹാൻഡിക്രാഫ്റ്റ് വർക്കുകൾ നമ്മൾ എവിടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫോറിൻ കൺട്രീസിൽ. അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഈ ലോക്കൽ മാർക്കറ്റിൽ മാത്രമല്ല, നമ്മുടെ ഫോറിൻ കൺട്രീസിൽ നമുക്ക് അതിൻ്റെ ആ ഹാൻഡിക്രാഫ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്കുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മാർക്കറ്റും കൂടി നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും കൂടി നമുക്ക് ഇതിനൊപ്പം തന്നെ കിട്ടുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ദ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഒരു പോയിൻറ്റ്സിലും കൂടി വരുന്ന ഒരു സബ് പോയിൻ്റാണ് ഈ ബാലൻസ്ഡ് റീജിയൻ ഡെവലപ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബാക്ക്വേർഡ് ഏരിയസിലായിരിക്കും കൂടുതൽ ഇൻഡസ്ട്രികൾ സെറ്റപ്പ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് എന്താണ് അവിടെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വരുന്നത് കൊണ്ട് തന്നെ അവിടെ നല്ലൊരു ഡെവലപ്മെൻറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, പല ഏരിയാസിലൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ പല ഏരിയാസിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളുണ്ട്. നമ്മുടെ തൃശ്ശൂർ തന്നെയുണ്ട് പല ഏരിയാസിലൊക്കെ. അതൊക്കെ എന്താണ്, ആ ഭാഗങ്ങളെല്ലാം അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഇത്രയും ബാക്ക്വേർഡ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു, അവിടെ കൂടുതൽ ഡെവലപ്മെൻ്റ് ആയി തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ അത്താണി മെഡിക്കൽ കോളേജ് ആ ഭാഗങ്ങളൊക്കെ പോവുകയാണെങ്കിൽ അവിടെ കൂടുതൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. അവിടെ ആദ്യം അധികം വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല, 1-2 വീടുകൾ. ദെൻ അവിടെ ആ ഇൻഡസ്ട്രികൾ സെറ്റപ്പ് ചെയ്തപ്പോൾ സ്റ്റീലിൻ്റെ ഇൻഡസ്ട്രികളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അവിടെ നമുക്ക് കുറേ കാണാൻ പറ്റും. നമുക്ക് ആ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പല കമ്പനികളുടെയും, അതേപോലെ തന്നെ എലൈറ്റ്, അങ്ങനെ പല കമ്പനികളുണ്ട്. അതിനൊക്കെയുള്ളിൽ ഓരോരോ ക്ലസ്റ്ററുകളായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റാണ് ആ ഭാഗം. അത് വന്നതോടുകൂടി തന്നെ ആ ഒരു ഏരിയ വളരെയധികം ഡെവലപ്ഡായി, റോഡുകളെല്ലാം നന്നായി, അതേപോലെ തന്നെ ഇലക്ട്രിക് സപ്ലൈ വന്നു, ബ്രിഡ്ജ് വന്നു, അങ്ങനെ പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് വരികയാണ്. അതാണ് ഈ പറയുന്ന ബാലൻസ്ഡ് റീജിയൻ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു എല്ലാ പോയിൻറ്റ്സും, അതായത് നമുക്ക് ഈ ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു നാരോ സ്കോപ്പ് അല്ല, അത് വൈഡ് സ്കോപ്പാണ്. കാരണം ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കൂടുതൽ ഊന്നൽ നൽകുന്നതാണ് ഒരു ഓൺട്രപ്രണർഷിപ്പ്. ഇത് ചോദിക്കാറുള്ളതാണ്, ഈ റോൾ ഓഫ് ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓൺട്രപ്രണർ ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ പോയിൻറ്റ്സ് കെയർഫുള്ളായിട്ട് വായിക്കുക. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കിക്കോളൂ.